ഹലോ നമസ്കാരം. എല്ലാവർക്കും സ്റ്റോറി മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ മഴ തോരും മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥയൊന്ന് കേൾക്കാം. ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ അലീനെ പോയിട്ട് മുത്തശ്ശിയോട് ചോദിക്കണം, ആ മുത്തശ്ശി എന്നുള്ളൊരു വിളിയൊക്കെ വിളിച്ച് മുത്തശ്ശിയുടെ വിളി കേൾക്കലും എന്തോ എന്നൊക്കെയുള്ള ഇതൊക്കെ നമുക്ക് ശരിക്കും ഒരു മുത്തശ്ശിയും പേരക്കുട്ടിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണെന്ന് തന്നെ തോന്നുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ അലീന അവിടെ പോയിരുന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ കഥ പറഞ്ഞു താ എന്ന് പറയണം. അപ്പോഴേക്കും എന്താണ് ചോദിക്കുകയാണ്. അപ്പോൾ പറയും എനിക്ക് മറ്റേ എന്താ നമ്മുടെ വൈജയന്തി മാഡവും ബാലചന്ദ്രൻ സാറിൻ്റെയും കല്യാണത്തിൻ്റെ കാര്യമല്ലേ നമ്മൾ പറഞ്ഞു. അതന്നെ. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈജയന്തി മാഡത്തിൻ്റെ കല്യാണക്കാര്യം പറയും. ബാലചന്ദ്രൻ എൻ്റെ അച്ഛൻ അന്ന് നമ്മുടെ കൊല്ലപ്പള്ളിയിൽ അവരുടെ വീട്ടിൽ ജോലിക്ക് വരുമായിരുന്നു. ജോലിക്ക് പറഞ്ഞാൽ ജോലിക്കാരനായിട്ടല്ല, ഇതൊരു ശങ്കരമേനോൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എണ്ണ ഉണ്ടായിരുന്നു, എണ്ണ ആട്ടുന്ന മില്ല്. അപ്പോൾ അതിലായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. അന്ന് ശങ്കരമേനോൻ്റെ കൂടെ ഈ ബാലചന്ദ്രൻ ചെറിയ കുട്ടിയാകുമ്പോൾ അങ്ങോട്ട് വരുമായിരുന്നു. അന്ന് 4-5 വയസ്സുള്ളൂ. ഞാനാണെങ്കിൽ വൈജയെ പ്രസവിച്ച് കിടക്കുന്ന സമയം അന്ന് മുതൽ കാണുന്നതാണ് വൈജയെ. അങ്ങനെ അപ്പോൾ അങ്ങനെ കണ്ട് അവരുടെ വളർച്ചയൊക്കെ ഒന്നിച്ച് തന്നെയായിരുന്നു. അപ്പോൾ എന്നും അവിടെ നിത്യം വരുന്നതുകൊണ്ട് അവർ തമ്മിൽ നല്ലൊരു ഇതാവും. അങ്ങനെ പിന്നെ ഇവൻ കോളേജിൽ പഠിക്കും. ബാലചന്ദ്രൻ കോളേജിൽ പഠിക്കുന്ന സമയം വൈജ 10ാം ക്ലാസ്സിലോ മറ്റാണ് പഠിക്കുന്നത്. അപ്പോൾ അന്ന് അവനൊരു കനന്തരം കാണിച്ചു ബാലചന്ദ്രൻ. അപ്പോൾ അതെന്താ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറയും ഒന്നുമല്ല, ഒരു പ്രേമലേഖനം, ഒരു കത്ത് കൊടുത്തു എന്ന് പറയും. കത്തോ എന്ന് വയ്ക്കും. നമ്മളെ അലീന ഈ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കത്തറിയില്ലല്ലോ. അപ്പോൾ കത്തോ എന്ന് വയ്ക്കുമ്പോൾ അന്നിപ്പോൾ ഈ ഫോണൊന്നും ഇല്ലല്ലോ, മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ, അന്നൊക്കെ ഈ കത്ത് കഴിയല്ലേ വിവരങ്ങൾ പറയുന്നത്. ലവ് ലെറ്റർ ആണോ എന്ന് വയ്ക്കുമ്പോൾ അതന്നെ. അത് പിടിച്ചത് ആരാ, ഇവരുടെ വല്യമാമയോ മറ്റാണ് പിടിച്ചത്. അങ്ങനെ നീ പിന്നെ ഇവനെയും ബാലചന്ദ്രനെയും അച്ഛനെയും വീടിൻ്റെ ഉമ്മർത്ത് കൊണ്ട് നിർത്തി എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, നീ കൊടുത്തോ കത്ത്? ഇപ്പോൾ കൊടുത്തു എന്ന് പറഞ്ഞത് മുഖത്ത് അവരടി കൊടുത്തു. വല്യമാമയാണ് തോന്നുന്നു, എന്താ കുഞ്ഞിരാമൻ മേനോൻ, അയാളൊരു അടി അടിച്ചു അത്രേ. ആ അടി കിട്ടിയ ഉടനെ ഇയാൾ നാട് വിട്ടുപോയി. നാട് വിട്ട് ഗൾഫിലൊക്കെ ആയിരുന്നു പോയി. ആദ്യം വന്ന് പിന്നെ നോക്കുമ്പോൾ കുറേ കാശൊക്കെ സമ്പാദിച്ചു വന്നു. പിന്നെയും പോയി. അങ്ങനെ 5-6 വർഷം ഗൾഫിൽ കിടന്ന് ജോലി ചെയ്ത് കുറേ കാശൊക്കെ സമ്പാദിച്ചിട്ട് ആദ്യം തുറന്നത് തുണിക്കടയാണ്. നെടുമ്പള്ളിയിൽ ടെക്സ്റ്റൈൽസാണ് തുറന്നത്. പിന്നെയാണ് സ്വർണ്ണക്കട തുറന്നത്. എന്നിട്ടൊരു വരവ് വന്നു ബാലേന്ദ്രൻ പെണ്ണും ചോദിച്ച്. അങ്ങനെയാണ് ഇവൾക്ക് അപ്പോഴേക്കും പിന്നെ അങ്ങനെ കല്യാണം കഴിച്ച് കൊടുത്തതാണ് എന്ന് പറയുകയാണ് മറ്റേ വൈജയനെ. അപ്പോൾ അത് ശരി. അപ്പോൾ അതിങ്ങനെ കേട്ടു. എന്നാലും തല്ലണ്ടായിരുന്നു എന്ന് പറയും. പക്ഷെ അവൻ ആൺകുട്ടിയായിട്ടോ. അവൻ പോയി തിരിച്ച് വന്ന് ഇത്രയും സമ്പാദിച്ചിട്ട് വന്ന് പെണ്ണ് ചോദിച്ചല്ലോ, അപ്പോഴാണ് കൊടുത്തത്. കാരണം മേനോന്മാരാണേലും അവന് കൊടുക്കണോണ്ട് കുഴപ്പമില്ലല്ലോ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവൾക്കിങ്ങനെ ഇപ്പോൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈജ നല്ല സുന്ദരി കുട്ടിയാണ്, നല്ല വിദ്യാഭ്യാസം, നല്ലോണം പഠിക്കുമായിരുന്നു ഇത്ര. അപ്പോൾ നല്ല സുന്ദരിയായിരുന്നു. ഇപ്പോഴല്ലേ ആകെ തടിച്ച് ഒരുമാതിരിയൊക്കെ ആയത്. പണ്ട് നല്ല ഭംഗിയായിരുന്നു കാണാൻ എന്നറിയാം. അപ്പോൾ അലീന അറിയും ഇപ്പോഴും ഭംഗിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, ഈ മുഖം കയറ്റി പിടിക്കാതിരുന്നാൽ മതി, എന്നാലും ഇപ്പോഴും സുന്ദരിയാണെന്ന് പറയും. പക്ഷേ അമ്മയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ അലീനയുടെ മുഖത്ത് നല്ലൊരു സന്തോഷമാണ് കേട്ടോ. കാരണം സ്വന്തം അമ്മയെക്കുറിച്ചല്ലേ പറഞ്ഞത്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ ഉണ്ടാവും, പഴയ അമ്മമാരുടെയൊക്കെ ചെറുപ്പം ഇങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര രസമാണ് കേൾക്കാൻ. അതുപോലെയാണ് നമ്മുടെ അലീനയും ഭയങ്കര സന്തോഷമായിട്ടാണ് കേൾക്കുന്നത്. അവസാനം പിന്നെ പറയാം, മുത്തശ്ശി കിടക്കുക കേട്ടോ, ലൈറ്റ് ഓഫ് ആക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ലൈറ്റ് ഓഫ് ആക്കി രണ്ടുപേരും കിടക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് മുത്തശ്ശിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് നമ്മളെ അലീന എഴുന്നേറ്റ് നോക്കുന്നത്. അപ്പോൾ അലീന ചോദിക്കുക, എന്താ മുത്തശ്ശി? പറയുമ്പോൾ എനിക്ക് വയ്യ കൊച്ചേ, നല്ല നടുവേദനയാണ്, എനിക്ക് വയ്യ, എനിക്ക് എൻ്റെ കാല് തൊടാൻ പറ്റുന്നില്ല, തൊടലേ എനിക്ക് വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ കരയുന്നുണ്ടേ. അപ്പോൾ പറയും, നീ അവരെ ഒന്ന് വിളിക്കുക, എന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യാറ്. അപ്പോൾ പറയുന്ന കുഴമ്പിട്ട് തടവി തരട്ടുമ്പോൾ അതൊന്നും വേണ്ട, എനിക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. അങ്ങനെ അലീന പോകുന്നുണ്ട്. പക്ഷേ എങ്ങനെ വിളിക്കാനൊരു മടി. കുറേ നേരം അവരുടെ റൂമിൻ്റെ പുറത്തുനിന്ന് തിരിച്ച് പോരും. പകുതി വരുമ്പോഴേക്കും മുത്തശ്ശിയുടെ കരച്ചിലേക്കാം, തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ പോവും. അങ്ങനെ 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവസാനം നിവർത്തിയില്ലാണ്ട് പാവം പോയി വിളിക്കുന്നുണ്ട്. വാതിൽ 2-3 പ്രാവശ്യം മുട്ടുമ്പോഴാണ് ബാലേന്ദ്രൻ വന്ന് വാതിലുറക്കുന്നത്. അപ്പോൾ ചോദിക്കുക, എന്താ ലീന, എന്താ ഈ നേരത്തെ എന്ന് ചോദിക്കുകയാണ് അയാൾ. അപ്പോൾ പറയും, പിന്നെ സാറേ മുത്തശ്ശി ഭയങ്കര കരച്ചിലാണ്. എന്തിനാ കരയുന്നത്?
എന്ന് പറയുമ്പോൾ പറയും കാല് വേദനിച്ചിട്ടാന്ന് പറയും. കാല് വേദനിച്ചു ഇന്നിപ്പോൾ പ്ലാസ്റ്ററൊക്കെ വെട്ടി കൊണ്ടുവന്നല്ലേ, എന്നിട്ട് എന്തപ്പോൾ കാല് വേദന എന്ന് പറയുമ്പോൾ അറിയില്ല, നല്ല വേദന, കരയുകയാണ് എന്ന് പറയും. അപ്പോൾ വൈജയും നീച്ച് വരുന്നില്ല. വൈജയന്തി അറിയും ഇപ്പോൾ ഈ നേരത്തോ ഇപ്പോൾ ഇതിനെ മുഴുപാതിരാക്കി ഇപ്പോൾ എന്ത് ചെയ്യാനാ, നേരം വെളുക്കട്ടെ എന്നറിയാം. അതിപ്പോൾ ഈ വേദനിക്കുന്ന ആൾക്കാരോട് അത് പറയാൻ പറ്റുമോ, സമയത്തിൻ്റെ കാര്യം പറയാൻ പറ്റുമോ എന്ന് തിരിച്ച് അലീനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ എന്താ വലിയ ഇത് പറയുന്ന പോലെ പറയുന്നു പറയുമ്പോൾ പിന്നെ അല്ലാതെ ഞാൻ എന്താ പറയുക, അവിടെ കറന്ന് കരയുകയാണ് എന്നറിയും. അങ്ങനെ അപ്പോഴേക്കും വേഗം ബാലചന്ദ്രനും വൈജയും കൂടെ വരുമ്പോൾ പറയും, അമ്മ ഇന്ന് എന്ത് പറ്റി, ഇന്നല്ലേ ഇപ്പോൾ പ്ലാസ്റ്റർ എടുത്തത്, എന്നിട്ട് എന്താ അത്ര വേദന, വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്താ പറ്റിയെന്ന് ചോദിക്കുക. അപ്പോൾ പറയും, അല്ല ഞാൻ നടന്നോ നോക്കിയപ്പോൾ ഞാൻ കൊള്ളപ്പുള്ളി പോയപ്പോൾ അവിടെയൊക്കെ നടന്നതാ എന്ന് പറയും. എന്നിട്ടോ ഇവിടെ തിരിച്ചു വന്നു, ഇപ്പോഴും തിരിച്ചു വന്നപ്പം വീണ കാര്യം പറയുന്നില്ല, ഇവിടെ സ്റ്റെപ്പ് കയറിയോ എന്നപ്പോൾ ആ സ്റ്റെപ്പൊക്കെ കയറി, എന്നിട്ട് ആരും പിടിക്കാണ്ടാണോ കയറിയ, പിടിച്ചു വൈജ പിടിച്ചു എന്ന് പറയും. പിന്നെ പറയാൻ വൈജ സമ്മതിക്കില്ല. ശരി ശരി വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നാണ് നമുക്കെന്ന് അറിയണം. അങ്ങനെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. വീൽ ചെയർ എന്നാൽ ശരി വണ്ടി വേഗം ഇറക്ക് നമുക്ക് കൊണ്ടുപോകാം എന്ന് പറയണം. അപ്പോൾ ഇവള് എന്ന് പറയുമ്പോഴേക്കാണ് അവർ, കാരണം വൈജ പറയാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ വേഗം വന്ന് കാർ ഇറക്കുമ്പോഴേക്കും അലീനയും വൈജയും കൂടെ ആ മുത്തശ്ശി വീൽ ചെയറിലൊക്കെ എത്തി തള്ളിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ പറയും, ഇറങ്ങി നടക്കാവോ പതുക്കെ നോക്കുമ്പോൾ, എനിക്ക് പറ്റത്തില്ല നോക്കാം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത്, ഞാൻ പോവാം ഹോസ്പിറ്റലിലേക്ക്, ഞാനും കൂടെ വരാം. നീ വന്നാൽ എങ്ങനെ ശരി, ഇവിടെ പിള്ളേരെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തേച്ച് നാളെ സ്കൂളിൽ വിടണ്ടല്ലേ, നീ വരണ്ടെന്ന് പറയും വൈജ. അതിൽ അല്ല ഇനിയിപ്പോൾ ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കണമെങ്കിൽ, ബൈസ്റ്റാൻഡറുടെ ആവശ്യമൊന്നും വരുന്നില്ല എന്ന് പറയും. അല്ല ഞാൻ കൂടെ വന്നാൽ മാഡത്തിന് തിരിച്ചിങ്ങോട്ട് പോരാല്ലേ പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ ഇവിടെ നിന്നോ, നീയാണ് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്ന് പറഞ്ഞ് പുള്ളിക്കാരി പെട്ടെന്ന് പോയി കാറിൽ കയറി. അപ്പോഴേക്കും ബാലചന്ദ്രനും പറയുന്നുണ്ട്, നീ ഇവിടെ കാണണം, നിന്നെ ഏൽപ്പിച്ചാൽ പോകുന്നത് കേട്ടോ, നീ ഇവിടെ ഉണ്ടാവണം, പിന്നെ എന്താണ് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, വീടിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ പറയും, ആ ശരി എന്ന് പറയുന്നുണ്ട് കേട്ടോ നമ്മളുടെ മറ്റേ ഈ കുട്ടി. എന്നിട്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ നേരം വെളുക്കുമ്പം കാറ് വരുന്നുണ്ട്, അതിൻ്റെ പിന്നാലെ ആംബുലൻസ് വരുന്നുണ്ട്. ആംബുലൻസ് നോക്കുമ്പോൾ ഇങ്ങനെ ആദ്യം ആംബുലൻസ് കാണുമ്പോൾ നമ്മുടെ അലീനൊന്ന് ഞെട്ടുന്നുണ്ട്. പിന്നെ നോക്കുമ്പം ഇങ്ങനെ ബെൽറ്റ് ഇട്ടിരിക്കുകയാണ്, ഈ കുഴയൊന്ന് തെറ്റിയിരിക്കുകയാണ്, പൊട്ടിയിട്ടൊന്നുമില്ല, കുഴ തെറ്റിയിരിക്കുകയാണ് അരക്കെട്ടിൽ. അപ്പോൾ എന്നിട്ട് അങ്ങനെ കിടത്തപ്പോൾ തിരിയാനും മറയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരേ കിടത്തം തന്നെ കിടക്കണം. അങ്ങനെ കൊടുന്ന് കിടത്തി ഇപ്പോൾ പറയും, ഇത് എന്താ ഇപ്പോൾ പറ്റി, ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ, എന്താ സംഭവിച്ചതെന്നൊക്കെ പറയും. കയറി വന്നതാ ഇവള് പിടിക്കാഞ്ഞിട്ടേ, ആ കൊച്ചു വന്ന് പിടിക്കാൻ നിന്നതാ, അവളെ തോട്ടാൻ സമ്മതിച്ചില്ല എന്നെ, എന്നിട്ട് അവളുടെ പണി കാരണം ഞാനത് വീണ് പോയി, അപ്പം പറ്റി തരുമ്പോൾ. ഓഹോ അത് ശരി, അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ പറയും, നീ അപ്പോൾ എടുത്ത വഴിക്ക് അറിയും അവൾ വലിയ ആൾ കളിക്കാൻ നിൽക്കുകയെന്നറിയാം. അപ്പോൾ എന്താ അപ്പോൾ അതിന് കാരണം എന്ന് നോക്കിയപ്പോൾ പറയും, നീ എൻ്റെ അടുത്ത് വന്നിട്ട് അവൾ ചാവി വാങ്ങി വാതിൽ തുറന്നില്ലേ, അതിൻ്റെ ദേഷ്യത്തിന് ആ കൊച്ചിനെ തോടാൻ സമ്മതിച്ചിട്ടില്ല, അതാ ഞാൻ വീണ് പോയത് എന്ന് പറയാണ് മുത്തശ്ശി ഉണ്ടോ വൈജയനൊക്കെ വില വയ്ക്കണം. അപ്പോൾ അത് പറയുമ്പോൾ വൈജ അവിടെ കിടന്ന് പറയും, ഇതേ എൻ്റെ അമ്മയെ നോക്കാനാണ് ഞാൻ ഇവളെ കൊണ്ടുവന്നിട്ടുള്ളത്, അപ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യുമെന്ന് പറയും. എല്ലാം നീ വരച്ചേക്കുന്നത്, നീ അതിനോട് അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോവും മുഷിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട് മുത്തശ്ശി ചോദിക്കുകയാണ് അലീന വന്നിട്ട്. അപ്പോൾ പറയും, കുഴപ്പമില്ല, പിന്നെ വേദന ഉണ്ട് മോളെ, ഇപ്പോൾ അവൾക്ക് വല്ലതും അറിയണോ, അവളൊരൊറ്റ ഒരുത്തി കാരണം അപ്പോൾ ഞാനിവിടെ കടന്നത്, ഇപ്പോൾ നീയും ഞാനും ബുദ്ധിമുട്ടുണ്ട് കൊച്ചേ എന്നൊക്കെ അങ്ങനെ പറയാണ്. അപ്പോൾ പറയും, സാരമില്ല മുത്തശ്ശി, വേദന എങ്ങനെയുണ്ട്, ഇങ്ങനെ കിടക്കുമ്പം കുഴപ്പമില്ല, അവളെ കണ്ടില്ല, അവളുടെ അഹങ്കാരം കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബാലചന്ദ്രനും വൈജയും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ പോയി നിൽക്കുമ്പോൾ എല്ലാവരും പോയി അവർക്ക് ടിഫിനും കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, പിന്നെ നീ എന്താ ഇങ്ങനെ, നിൻ്റെ സ്വഭാവം എന്താ ഇങ്ങനെ ആയതെന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ബാലചന്ദ്ര എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നിന്നെ ഞാൻ കാണുന്നതല്ലേ, എൻ്റെ മുന്നിൽ നിന്ന് 3 വർഷം നീ മാറി നിന്ന് ആ 3 വർഷത്തിൻ്റെ ഉള്ളിൽ നിനക്ക് എന്താ സംഭവിച്ചതെന്ന് മാത്രമേ എനിക്ക് അറിയാത്തതുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ വൈജയോട്. അങ്ങനെ അപ്പോൾ നമ്മുടെ അലീനയും ആകെ വിഷമാവുകയാണ് മുത്തശ്ശിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കഥ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണമൊക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നിർത്തുന്നു. താങ്ക് യു.